ഹലോ, ഞങ്ങൾ ഇന്നൊരു വെബ്സൈറ്റാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. വെബ്സൈറ്റിൻ്റെ പേര് ക്വിക്ക് ആപ്പ് നിഞ്ച എന്നാണ്. ഇവർ പറയുന്നത് ഒരു ഗെയിം നിങ്ങൾക്കൊരു കോഡിംഗ് എക്സ്പീരിയൻസ് ഇല്ലാതെ തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങളൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ട്രൈ ചെയ്തു, ഒരു ഗെയിം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഗെയിം ഇതിനകത്ത് ഡെവലപ്പ് ചെയ്യുന്നത് എന്നൊന്ന് കാണിച്ചു തരാം. ആദ്യം ലോഗിൻ ചെയ്യുന്നു. അതിപ്പോൾ ഞങ്ങൾ ഗസ്റ്റിൻ്റെ ഒരു ഗെയിം ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേറൊരു ഗെയിം ക്രിയേറ്റ് ചെയ്തെനിക്കാം. ഇതിനകത്ത് 3 ഗെയിം ടൈപ്പുകളാണുള്ളത്. ഒന്നാമത്തെ ഗസ്റ്റ് പിക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പിക്ചർ ഇടുക, അതിൻ്റെ താഴെ ഒരു കീബോർഡ് ഉണ്ടാകും. കീബോർഡ് ടൈപ്പ് ചെയ്തിട്ട് കീബോർഡിനകത്ത് ആ പിക്ചർ എന്താണ് എന്നുള്ളത് ടൈപ്പ് ചെയ്യാം. മീൻസ് ഒരു ആക്ടർ ആവാം, ഒരു ലോഗോ ആവാം. അത് ഗസ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഗെയിം ടൈപ്പ് വരുന്നത്. സെക്കൻഡ് ഗെയിം ടൈപ്പ് വരുന്നത് ടൈൽസ് ആണ്. ടൈൽസ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഗസ്റ്റ് പിക്ചർ പോലെ തന്നെ, പക്ഷേ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ്. അതായത് ഒരു ടൈലായിരിക്കും, അതിനകത്ത് ഒരു കോളം ആയിരിക്കും ഒരു സമയത്ത് ഓപ്പൺ ആയിട്ടിരിക്കുള്ളൂ. അപ്പോൾ ഓരോരോ കോളം വെച്ചിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഓരോ ക്ലൂ കണ്ടുപിടിച്ചിട്ട് വേണം ടൈപ്പ് ചെയ്യാൻ താഴെ. അപ്പോൾ ഓരോ കോളം ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ച് പോയിന്റ് കുറഞ്ഞുകൊണ്ടിരിക്കും. മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് 4 പിക്സ് 1 വേർഡാണ്. 4 പിക്ചർ ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഫുട്ബോൾ റിലേറ്റഡ് പ്ലെയേഴ്സിൻ്റെ റിലേറ്റഡ് കുറച്ച് ഫോട്ടോസ് ഉണ്ടാവും. എന്നിട്ട് എന്ത് ഗെയിമാണിത് എന്ന് മനസ്സിലാക്കിയെടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഗെയിം ടൈപ്പാണ്. അപ്പോൾ നമുക്ക് സിമ്പിൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഗസ്റ്റ് പിക്ചർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ലാംഗ്വേജ് സെലക്ട് ചെയ്യുന്നു. ഞാൻ ഇവിടെ കുറച്ച് ലോഗോസ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഇതൊക്കെയാണ് ലോഗോസ്. ഇതിൻ്റെ താഴെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്യാം. ഞാനിവിടെ ഐഡൻറ്റിഫൈ ദ ലോഗോ എന്ന് ടൈപ്പ് ചെയ്യാണ്. 3 ക്വസ്റ്റ്യൻ അത് തന്നെയാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇവിടെ ഇങ്ങനെ കാണിക്കും. എന്നിട്ട് ഇതിൻ്റെ ആൻസർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതേ ആൻസർ തന്നെ ടൈപ്പ് ചെയ്യുകയാണെങ്കിലാണ് അത് നെക്സ്റ്റ് ലെവലിലേക്ക് പോകുള്ളൂ. ഓരോന്ന് ടൈപ്പ് ചെയ്യുന്നതനുസരിച്ച് അടുത്ത ലെവൽ വരും, അവിടെ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ബൾക്കായിട്ട് ഇവിടെ നിന്ന് അപ്ലോഡ് ചെയ്യുകയും ചെയ്യാം, ലോഗോസ് അല്ലെങ്കിൽ പിക്ചേഴ്സ്. പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു ഫീച്ചറാണ് ലൈക്ക് ChatGPT യൂസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ടൈപ്പ് ചെയ്തെടുക്കാം. ലോഗോ എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജനറേറ്റിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ലോഗോ ക്വസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് വരും എന്നാണ് പറയുന്നത്. ഓക്കെ, കുറച്ചധികം ജനറേറ്റ് ആയിട്ടുണ്ട്. ഇത് ലോഗോ ആയിട്ടല്ല വരുന്നത്, ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വരുന്നത്. ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഓൾറെഡി പ്രീഫിൽഡ് ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് ഒരുപാട് എഫേർട്ടിലാണ്ട് ചെയ്യാം. 20 ലെവൽസ് മിനിമം വേണം, എന്നാലാണ് നമുക്ക് ഗെയിം പബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ബാക്കിയുള്ള സെറ്റിങ്സിലേക്ക് പോവാം. സൗണ്ട്സ്, ഇതിനകത്ത് ഒരുപാട് സൗണ്ട്സ് ഉണ്ട്. അതായത് ഒരു ലെറ്ററിൽ ടൈപ്പ് ചെയ്യുമ്പോൾ എന്തൊക്കെ സൗണ്ട് വേണം, ആൻഡ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ, അതായത് ഗെയിം ലെവൽ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ, ഗെയിം ലോഡ് ചെയ്യുമ്പോൾ എന്താ സൗണ്ട് വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി പ്രീഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു ഗെയിം അപ്ലോഡ് ചെയ്യുകയും ചെയ്യാം. മെയിൻ തീമും നമുക്ക് തീം മ്യൂസിക് അപ്ലോഡ് ചെയ്യുകയും ചെയ്യാം. ഐക്കൺസ് ആണ് നെക്സ്റ്റ്. ഐക്കൺസിനകത്ത് നമുക്ക് ഗെയിമിൻ്റെ ലോഗോ എന്തായിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഇത് ഓൾറെഡി ഇവർ ലെഫ്റ്റ് സൈഡിൽ ജനറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതല്ലാതെ നമുക്ക് റൈറ്റ് സൈഡിൽ നിന്ന് കസ്റ്റമൈസ് ചെയ്യാം. ഇതേപോലെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനിതിനകത്ത് എക്സാമ്പിളായിട്ട് ലൈക്ക് ഇവിടെ താഴെയായിട്ട് നമുക്ക് ChatGPT വെച്ചിട്ട് ഒരു ലോഗോ ജനറേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം. നമുക്ക് വേണ്ട ഒരു ലോഗോ അല്ല, ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു ലോഗോ കിട്ടിയിട്ടുണ്ട്. അപ്ലോഡ് ചെയ്യാം. ആദ്യം കിട്ടി ഞാനിവിടെ യൂസേഴ്സ് ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് അത് സേവ് ആവുള്ളൂ. അവിടെ സേവ് ആയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമുക്കിവിടെ കളേഴ്സ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും റൈറ്റ് സൈഡിൽ നിന്ന്. കളേഴ്സ് ചെയ്തിട്ട് യൂസ് ദ ഐക്കൺ എപ്പോഴും ക്ലിക്ക് ചെയ്യണം, എന്നാലേ ആ ലോഗോ സേവ് ആവുള്ളൂ. പിന്നെ ബാക്കിയുള്ള സെറ്റിങ്സ്, ജനറലിനകത്ത് ഗെയിം നെയിം കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ എത്ര ലെറ്റേഴ്സ് വേണം ഗെയിമിനകത്ത്, കീബോർഡിനകത്ത് ഗെയിമിൻ്റെ വെബ്സൈറ്റ് URL ഇത് പ്ലേ സ്റ്റോറിൽ കൊടുക്കേണ്ടതാണ്. പിന്നെ അതിൽ നമുക്ക് സ്വന്തമായിട്ട് വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ റീഡയറക്റ്റ് ചെയ്യുന്നത് ഇങ്ങോട്ടാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്.
പിന്നെ വൈറ്റ് ലേബലിംഗ് ഉണ്ട്, അതായത് ഇവരുടെ ലോഗോ ഉണ്ടാവും ആപ്പിനകത്ത്, അത് റിമൂവ് ചെയ്യാനായിട്ട് $9.99 വരും. പിന്നെ അതുപോലെ തന്നെ അനലിറ്റിക്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. ഈ സെറ്റിങ്സ് ഒക്കെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേറെ ആൾക്കാർ ഓൾറെഡി ചെയ്തു വെച്ചിരിക്കുന്ന ഗെയിംസ് നമ്മുടെ ഗെയിംസിനകത്തേക്ക് ലെവലായിട്ട് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും, ഓൺലൈൻ ഡുവൽസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആപ്പിനകത്ത് ആഡ്സ് ഇടാൻ പറ്റും. പിന്നെ അതുപോലെ ഗെയിമിൻ്റെ കളേഴ്സ് ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യാം, ഓരോ പേജിൻ്റെ കളേഴ്സും ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യാം. അതേപോലെ തന്നെ ഓരോ എലമെൻറ്റിൻ്റെയും കളർ ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കളേഴ്സ് റൈറ്റ് സൈഡിൽ കാണിക്കും, അവിടെ നിന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റും. ജനറേറ്റ് ഗെയിം ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ 20 ലെവൽസ് ഉണ്ടാക്കണം എന്നാലേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഓൾറെഡി ജനറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഗെയിം നോക്കാം. ഇതാണ് ഗസിറ്റ് എന്ന് പറഞ്ഞിട്ട് ഗെയിം ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർ ഫുൾ ഇൻസ്ട്രക്ഷൻസ് തരും, എങ്ങനെയാണ് ഇത് പ്ലേ സ്റ്റോറിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ള ഫുൾ ഇൻസ്ട്രക്ഷൻ ഓരോ സ്റ്റെപ്പ് വെച്ചിട്ട് തരും. ഗെയിം ജസ്റ്റ് ഒന്ന് ജനറേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഓൾറെഡി ജനറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഗെയിമാണ്. ഒന്നുകൂടെ ജനറേറ്റ് ചെയ്യാം. 15 മിനിറ്റ് എടുക്കും ഫുള്ളി ഗെയിം ജനറേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഗെയിം ജനറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഇമെയിൽ കിട്ടും. അതേപോലെ ഈ ഒരു ഐക്കൺ കാണിച്ചുകൊണ്ടിരിക്കും ഗെയിം ജനറേറ്റിംഗ് ആണ് എന്നുള്ളത്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് പേജ് റീഫ്രഷ് ചെയ്യുകയാണെങ്കിൽ ഈ ലോഗോ പോകും. ഇതേപോലെയാണ്. ഇതിനകത്ത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. AAB ഫോമാറ്റിലാണ് ഇപ്പോൾ പ്ലേ സ്റ്റോറിലേക്ക് ഗെയിംസ് അപ്ലോഡ് ചെയ്യേണ്ടത്. APK ഫോമാറ്റ് വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ സ്റ്റോറിലേക്ക് അപ്ലോഡ് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റില്ല. അതിൽ മീഡിയ പാക്കേജസ് ഉണ്ട്, അതായത് ഇവരുടെ സ്ക്രീൻഷോട്ട്സ്, ഡിസ്ക്രിപ്ഷൻസ് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇവിടെ നിന്ന് തന്നെ ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് എഫേർട്ടൊന്നുമില്ല. ഇതാണ് ഞങ്ങൾ ജനറേറ്റ് ചെയ്തൊരു ഗെയിം. ഇത് സ്റ്റോറിൽ ഇങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ജസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.